ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിലൊക്കെ പോയി അല്ലെ, പുതിയൊരു സ്റ്റാർട്ടിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പുതിയ പ്രതീക്ഷയാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞതൊക്കെ മറന്ന് ഇനി നമ്മൾക്ക് ബെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ പോകുന്നു എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും സ്കൂളിലേക്ക് പോയതായിക്കോട്ടെ, നിങ്ങൾ ഇപ്പം പഠിക്കാൻ തുടങ്ങുന്നതൊക്കെ അല്ലെ. അപ്പം നിങ്ങളോട് മിസ്സിന് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും സ്കൂളിൽ ഇപ്പൊ പുതിയ ചാപ്റ്റേഴ്സ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. കാരണം ഇത്രയും പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ നമ്മൾ എക്സാം ഒക്കെ എഴുതി അല്ലെ. അപ്പൊ ഇനി നമ്മൾ പുതിയ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ എക്സാമിനറിന്റെ ബാച്ചസിലും സംഭവിക്കുന്നത്. നമ്മുടെ ബാച്ചിലും ഇനി എന്താണ്, പുതിയ ചാപ്റ്റേഴ്സ്, അതായത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ എൻ്റെ കുട്ടികൾക്ക് ഇപ്പോഴും ഉള്ള ഒരു ഓഫർ, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ബാച്ചസിൽ നമ്മൾ ഓണം ഓഫർ ആയിക്കൊണ്ടിരുന്ന ആ 1000 റുപ്പീസിന്റെ ഓഫർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ബാച്ചസിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇനിയുള്ള ചാപ്റ്റേഴ്സ് ബാക്ക്ലോഗ്സ് ഇല്ലാതെ ഫസ്റ്റ് മുതൽ തന്നെ നമ്മുടെ ബാച്ചിലെ ടൈം ടേബിളിന്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇന്ന് സെപ്റ്റംബർ 23 ആണ്. സെപ്റ്റംബർ 23 വരെയാണ് നമ്മുടെ ബുക്സിന് ഓഫർ ഉള്ളത്. അതായത് നമ്മുടെ ബുക്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ, എക്സാമിനറിന്റെ ബുക്സ് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ബാച്ചിന്റെ ഓഫറോട് കൂടി ബുക്സ് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയൊക്കെ എൻ്റെ മക്കൾക്ക് ബാക്ക്ലോഗ്സ് ഇല്ലാതെ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദി ലാസ്റ്റ് ചാൻസ്. അപ്പം എൻ്റെ മക്കൾക്ക് ആഗ്രഹമുണ്ട്, മിസ് ഇനി എനിക്ക് മനസ്സിലായ ഓണപരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, ഇനി ഞാനത് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണെങ്കിൽ, എൻ്റെ മക്കൾ താല്പര്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ബാച്ചസിൽ അഡ്മിഷൻ എടുക്കുക. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ ബുക്ക് സെറ്റ് ഫ്രീ ആയി കിട്ടണമെന്നില്ല. രണ്ടാമത്തെ കാര്യം, അപ്പോഴേക്ക് കുറച്ച് പോർഷൻസ് ചാപ്റ്റേഴ്സിന്റെ പകുതിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ആ കഴിഞ്ഞ പോർഷൻസ് പഠിച്ചെടുക്കാൻ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും, ആ ബാച്ചിന്റെ കൂടെ ഓടി എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊന്നും വേണ്ട, കറക്റ്റ് ടൈം ടേബിളോട് കൂടി തന്നെ പോകണം, നമ്മുടെ ബാച്ചസിന്റെ കൂടെ പഠിക്കണം, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കണം എന്ന് എൻ്റെ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ഒട്ടും ലേറ്റ് ആക്കരുത് എന്നാണ് മിസ്സിന് പറയാനുള്ളത്. ഇനി വേറൊരു കാര്യം, നിങ്ങളിപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ കുറേ കാര്യങ്ങൾ, അതൊന്നും മിസ് വീണ്ടും അഡ്രസ്സ് ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് മിസ്സിന് അറിയാം. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും നമുക്കിനി ക്രിസ്മസ് എക്സാമിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? എന്തായാലും നല്ല വൃത്തിയായിട്ട് കറക്റ്റായിട്ട് പഠിക്കണം അല്ലേ. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് നമ്മൾ എവിടെയും എത്തിക്കില്ല, അത് നമുക്ക് മനസ്സിലായി അല്ലേ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ വാങ്ങിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനിയുള്ളത് എന്താ? ഇനിയുള്ളത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. ആ ക്രിസ്മസ് എക്സാം നമുക്ക് അടിപൊളിയാക്കണ്ടേ? അപ്പൊ അങ്ങനെ അടിപൊളിയാക്കാനുള്ള എല്ലാ പ്ലാനുകളും ഇന്ന് വൈകിട്ട് ഈ ഒരു ടൈമിന് നടക്കുന്ന നമ്മുടെ ലൈവില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ഈ കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി കോൺഫിഡൻസോടു കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ഫേസ് ചെയ്യാം. അങ്ങനെ എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കണ്ട, ഇന്ന് വൈകിട്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ചാനലിൽ നടക്കുന്ന ലൈവിൽ വരിക. നമുക്ക് ക്രിസ്മസ് എക്സാം അടിപൊളിയാക്കാം, പുതിയൊരു സ്റ്റാർട്ടിങ് നമുക്ക് ഹോപ്പ്ഫുള്ളി ഏറ്റവും ബെസ്റ്റ് ആക്കാം. ഓക്കെ.